ബ്രേക്ക് ദ ചെയിൻ. കൈവിടാതിരിക്കാം. കൈ കഴുകൂ. കേരള സർക്കാർ. ഇൻഡക്ഷൻ അടുപ്പിൽ ചായപാത്രത്തിൽ വെള്ളം ചൂടാക്കുന്നതിനിടെ ചായപാത്രം ദേഹത്ത് വീണ് 40% പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന പൂവച്ചൽ ആലമുക്ക് വള്ളിപ്പാറ പുത്തൻവീട്ടിൽ സുനീഷ് ആരതി ദമ്പതികളുടെ മകൻ 2 വയസ്സുള്ള അവിനാഷിന് തുടർ ചികിത്സാ സഹായം തേടുകയാണ് മാതാപിതാക്കൾ. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവമുണ്ടായത്. ആരതി ഹാളിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന് വസ്ത്രം എടുക്കുന്നതിനായി റൂമിലേക്ക് പോയ സമയത്താണ് അടുപ്പിൽ വെച്ചിരുന്ന ചായപാത്രത്തിൽ പിടിക്കുകയും അത് കുഞ്ഞിന്റെ ശരീരത്തിൽ വീണ് പൊള്ളലേറ്റു. സുനീഷാണ് എൻ്റെ പേര്. കുഞ്ഞിന് വീട്ടിൽ ചായപാത്രത്തില് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം തിളപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ ഇവൻ അവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ക്യാനിൻ്റെ പിടിയിൽ പിടിച്ച് വലിച്ചായിരുന്നു. അങ്ങനെ നെഞ്ചി കൂടെ വെള്ളം വീണ് മൊത്തത്തിൽ ഫുള്ളായിട്ട് പൊള്ളിപ്പോയി. 40% മേളിൽ പൊള്ളലുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആദ്യം ഇവിടെ കാട്ടാക്കട മെഡിസിറ്റി ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് ഇൻഫെക്ഷന് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് റെഫർ ചെയ്തതാണ്. ഇപ്പോൾ കിംസ് ഹോസ്പിറ്റലിൽ 8ാം നിലയിൽ 818ാം വാർഡിലാണുള്ളത്. കിംസിൽ കുറച്ചുകൂടെ ബെറ്റർ സുരക്ഷിതത്വമാണ്. പിന്നെ ഇത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ഇപ്പോഴത്തെ അവസ്ഥ ഇത് സൈഡ് വയറിൻ്റെ ഈ സൈഡായിട്ട് പഴുപ്പാണ്. അപ്പോൾ അത് ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ആദ്യത്തെ റിസൾട്ടിൽ ഇൻഫെക്ഷൻ്റെ ആരംഭമുണ്ട്. അപ്പോൾ ഇത് ഉള്ളിലോട്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പം അവർ കളിച്ചറിയാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വന്നില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മാക്സിമം കാണുന്ന ആൾക്കാർ ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരുപാടുള്ള സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കൂടെ വന്നപ്പോൾ ഇപ്പോൾ മോനിത് 3ാമത്തെ തവണയാണ് ഇങ്ങനെ ഈ ചെറിയ അപകടങ്ങൾ വരുന്നത്. ആദ്യം കാല് കട്ടിലിൽ നിന്ന് വീണ് കാലൊടിഞ്ഞായിരുന്നു. അങ്ങനെ ഒരു മാസത്തോളം കാല് പ്ലാസ്റ്ററൊക്കെ ഇട്ട് ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊറോണ വന്നവന്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടെ. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ എന്ത് ചെയ്യുന്ന അറിഞ്ഞുകൂടാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കൊറോണ പൂർണ്ണമായിട്ട് മാറി. 14 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കാനും പറഞ്ഞു. അങ്ങനെ ക്വാറന്റൈൻ കഴിഞ്ഞ് 15ാമത്തെ ദിവസമാണ് അവന് ഇപ്പം ഈ ചൂടുവെള്ളം കൂടെ വീണത്. മൊത്തത്തിൽ കുഞ്ഞിൻ്റെ അവസ്ഥ അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഞാനിപ്പോൾ ഗുഡ്സായിട്ട് ഓടിയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ മോൻ്റെ ചികിത്സയ്ക്കുള്ള കാര്യമായിട്ടുള്ള പൈസയൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പൈസ കൊടുത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ നിത്യവൃത്തിക്ക് പോലും ഒരു നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലാണ്. ഇപ്പോൾ ബജാജിൽ നിന്ന് വണ്ടി എടുത്ത് അങ്ങനെ ഫിനാൻസിനാണ് വണ്ടി ഓടുന്നത്. അപ്പം അവരതിന് പോലും ഞങ്ങളാ ഇപ്പം നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി എടുത്തുകൊണ്ട് പോട്ടാന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുകയോ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഈ അവസ്ഥ നാട്ടുകാരെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഈ ബജാജ് ഫിനാൻസുകാർ അവർ ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുള്ള ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ മോൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ എല്ലാം കൂടെ 50,000-ഓളം രൂപ ഇപ്പോൾ ചിലവായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. ഇനി ഒരു 60,000-ഓളം പൈസ ഇനി അടയ്ക്കാനും ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ വണ്ടി ഓടിയ മാക്സിമം പൈസ ഞാൻ വണ്ടി ഓടി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ട് മോനെ. ഇപ്പോഴും ഈ ഒരു അവസ്ഥ വന്നപ്പോഴും എൻ്റെ കയ്യിൽ നിൽക്കാതായി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇനി ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഇപ്പോൾ എന്നെ സഹായിക്കണം. മോന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അത്രേ എനിക്ക് ഇതിനോട്ട് പറയാനുള്ളൂ. മകന്റെ ചികിത്സാ സഹായത്തിനായി SBI പൂവച്ചൽ ശാഖയിൽ സുനീഷിന്റെ പിതാവ് മണിക്കുട്ടന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. മണിക്കുട്ടൻ V, അക്കൗണ്ട് നമ്പർ 570594287764. അഡ്രസ് വള്ളിപ്പാറ പുത്തൻവീട്, ആലമുക്ക്, പൂവച്ചൽ PO. പിൻകോഡ് 695575. IFSC കോഡ് SBIN 00703002.